ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി ഞാൻ കഴിക്കാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന സാധനം കഴിക്കുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്ന പോലെ അങ്ങനെ കഴിക്കുന്നത് ചിലപ്പോൾ കഴിക്കാതിരിക്കും. പക്ഷേ ഇന്ന് മേ ബി ഇന്ന് തൊട്ട് ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് സംതിങ് ലൈക്ക് റെഗുലറായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യില്ല, പക്ഷേ റെഗുലറായിട്ട് കഴിക്കണം. കാരണം ഐ ഫീൽ ലൈക്ക് ഐ ലോസ് സോ മച്ച് വെയിറ്റ്. ഓൾറെഡി ഞാൻ വെയിറ്റാണ്, അതിൻ്റെ കൂടെ കുറേ വെയിറ്റും പോയി തോന്നുന്നു. സോ ഐ എം സ്റ്റാർട്ടിങ് ടു ലൈക്ക് ഈറ്റ് അറ്റ്ലീസ്റ്റ് 3 or 4 meals a day. ഐ എം ട്രൈ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ഓൾസോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടിയാൽ ഞാൻ കഴിക്കത്തുള്ളൂ. സിൻസ് ഐ എം കുക്കിംഗ്, ഐ ലൈക്ക് ടു കുക്ക്. അപ്പോൾ ഐ തോട്ട് വിൽ ഡു സംതിങ് ടുഡേ. മേ ബി ഹാവ് ഇനഫ് ടൈം. കുറച്ച് വർക്ക് ഉണ്ട്, ബട്ട് സ്റ്റിൽ വി ക്യാൻ കുക്ക് സംതിങ് നൈസ്. ഇന്നലെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് നമ്മൾ പോയിട്ട് കുറച്ച് സാധനം വെച്ചു. സോ ഈവൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും കടലക്കറിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഓൾറെഡി കടലക്കറി ആയിരുന്നു ഡിന്നറിന് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ഫോർ ലഞ്ച് നമ്മൾ ചെറിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പറ്റിയ ചെറിയൊരു പോർഷൻ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം പപ്പിയുടെ ചിക്കനും തീർന്നു, അവർക്കും ചിക്കൻ മേടിക്കണം. അപ്പോൾ നന്ദു പുറത്ത് പോയിരിക്കുകയാണ്. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പിന്നെ ചിക്കനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ലേറ്റ് ആയിരുന്നേറ്റപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് കുറേ ടൈം എടുക്കും. സോ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചൂടാക്കി ഇന്നലെ നൈറ്റ് നമ്മൾ ഉണ്ടാക്കിയ ചന കറിയും കൂടെ വെച്ചിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. അപ്പോൾ ചപ്പാത്തിയും ചനയും അച്ചാറും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഒരു 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ തുടങ്ങി. പപ്പിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എവിടെ ക്യാരറ്റ് എടുക്കുന്ന സൗണ്ട് കേട്ടാൽ ഓടി വരും, ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ. അങ്ങനെ പപ്പി ക്യാരറ്റൊക്കെ ആയിട്ട് പോയി. ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ബീൻസും ക്യാരറ്റും എഗ്ഗും മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായുള്ളൂ. അതിൻ്റെ കൂടെ വലിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കടയിൽ പോയിട്ട് സോയ സോസ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നത് ഓയിസ്റ്റർ സോസ് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ ഉണ്ട്. ഞാൻ സാധാരണ സോയ സോസും പെപ്പറും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ആൻഡ് സ്നാക്സിന് ടൈം ആയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മാഗിയും കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് സ്വാതിയുടെ വീട്ടിൽ നിന്ന് നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. കുറേ മാങ്ങ ഉണ്ടായിരുന്നു, 1-2 എണ്ണം കുറച്ച് ചീത്തയായിപ്പോയി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തു. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഉച്ചക്കലത്തെ റൈസിൻ്റെ ബാക്കിയും പിന്നെ കുറച്ച് ചപ്പാത്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു യമ്മി ഫുൾഫില്ലിങ് ഡിന്നറായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡെസേർട്ട് മസ്റ്റാണ് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ. അങ്ങനെ അരുൺ ഐസ്ക്രീമിൽ ഒരു സ്വീറ്റ് കേർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും, 10 രൂപയുള്ളൂ. അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ട് എപ്പോഴും കഴിക്കാറുണ്ട്. അതിൽ മാംഗോ ഇട്ട് ഞാൻ ഡെസേർട്ടും കഴിച്ചു. സോ ദിസ് ഈസ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ.